ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ കഥാപാത്രങ്ങളിലേക്ക് ഇപ്പം കാസ്റ്റ് അതായത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. കാരണം ഓരോന്നും വ്യത്യാസം. ഇപ്പം 1983 കണ്ട ആളെയല്ല കുഞ്ഞിരാമായണത്തിൽ. കുഞ്ഞിരാമായണത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഞാൻ പെറ്റ മകൻ അല്ലേ ചേച്ചി. അപ്പം നമുക്ക് വരുന്ന കഥാപാത്രങ്ങളെ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ്. ചേച്ചി അതിനു വേണ്ടി ഒരു ശ്രമം നടത്താറുണ്ടോ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഞാൻ പൊതുവെ കഥ പോലും കേൾക്കാറില്ല, സിനിമയുടെ കേൾക്കാറില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ അമ്മയുടെ കഥാപാത്രമാണെങ്കിൽ ആ കഥാപാത്രത്തിൽ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ, ആ കഥാപാത്രം എങ്ങനെ പോകുന്നു, അല്ലെ ആ കഥാപാത്രം എങ്ങനെയാണ് എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ കൊണ്ടുതരും. സ്ക്രിപ്റ്റ് കൊണ്ടു തന്നാൽ അതെന്താ ചിലപ്പോൾ അതിൻ്റെ മോശ സ്വഭാവമാണോ നല്ല സ്വഭാവമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കാൻ മെനക്കെടാറില്ല. സ്ക്രിപ്റ്റ് കൊണ്ടുതരും, ഞാൻ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം സോമന്റെ കൃതാവെന്ന് പറഞ്ഞൊരു പടം വന്നു. അതില് പിന്നെ അതിൻ്റെ ഡയറക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, എനിക്ക് കഥ ഫുള്ള് പറഞ്ഞു തരണ്ട, കുഴപ്പമില്ല, എൻ്റെ ക്യാരക്ടർ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞു അതല്ല, എനിക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ എൻ്റെ ആ കഥാപാത്രം പറയുമ്പം അപ്പൊ തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ കഥാപാത്രം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ അങ്ങ് പോയി അഭിനയിക്കുന്നു. അതിനൊരു തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ അതൊക്കെ അതുപോലുള്ള കഥാപാത്രങ്ങൾക്ക് ചിലപ്പം എല്ലാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് തയ്യാറെടുത്തു, കുറെ നാളത്തെ ഹോംവർക്ക് എന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു പരിമിതി വെച്ച് എനിക്ക് കിട്ടുന്ന കഥാപാത്രം ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയോ അങ്ങനെ ഞാൻ അങ്ങ് ചെയ്യും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനത് ചോദിക്കാൻ തന്നെ കാരണം ഓരോ കഥാപാത്രം ഇപ്പം എല്ലാവരും പറയും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ചിടത്തൊരു പ്രശ്നമേ ഇല്ല. നമ്മുടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ അതിനകത്ത് ഊമയായിട്ട് വന്നിട്ട് അയ്യോ അതൊക്കെ. അപ്പം അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ ഓരോ അമ്മ കഥാപാത്രങ്ങളാണെങ്കിലും വ്യത്യസ്തങ്ങളാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കാൻ തന്നെ കാരണം. അങ്ങനത്തെ ഒരു ഊമ കഥാപാത്രം അങ്ങനെയൊക്കെ വരുമ്പോ കഥാപാത്രം വന്നത് ഞാൻ അറിഞ്ഞില്ല അത് ഊമയാന്ന്. ഞാനത് അറിഞ്ഞില്ല. അപ്പം ലിജോയുടെ അമ്മയെന്നാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ സെറ്റിൽ ചെന്നപ്പോഴത്തേക്കിനുമാണ് ഞാൻ ഇത് ഊമയാണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ നിൽക്കണോ അല്ലെങ്കിൽ പോണോ എന്നുള്ള അവസ്ഥയായി. അപ്പം ഞാൻ അതിശയം എന്നിട്ട് പറഞ്ഞു, സത്യമായിട്ട് എനിക്ക് ഊമ കഥാപാത്രം ചെയ്യാൻ അറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ട് ശീലിച്ചിട്ടില്ല, അങ്ങനെ പഠിച്ചിട്ടില്ല. ചേച്ചി എന്ത് പറയാണ്? ഞാൻ നിൽക്കില്ല. ഞാൻ പറഞ്ഞു എനിക്കത് മനസ്സിൽ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ബിബിനോടും വിഷ്ണുവിനോടും പറഞ്ഞു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ആദിശ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആദിശ കാണിച്ചു തരാൻ പറഞ്ഞു. പിന്നെ എന്നോടല്ലേ കാണിച്ചു തരാൻ പറയുന്നത്. അപ്പൊ എന്താ അങ്ങോട്ട് ചെയ്യ് അപ്പോൾ പറഞ്ഞു. അത് ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ സലീമേട്ടനും ഞാനും കൂടെ ഉള്ള ആ ലിജോ വന്നിരിക്കുമ്പോഴുള്ള ആ സാധനമാണ്. അതായത് പിന്നെ നിന്റെ ആങ്ങള, അതായത് ലൗകിക ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരു മിണ്ടാപ്രാണിയല്ലേ, ഒരു ജീവിതം കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് വന്ന ഇപ്പൊ ഇവൾ ആംഗ്യ ഭാഷയ്ക്ക് എൻ്റെ അമ്മയ്ക്കിട്ട് വിളിക്കണേന്ന് പറഞ്ഞ് ആ സീനാണ് എടുക്കുന്ന ഫസ്റ്റ്. അത് കൂടെ നിൽക്കുന്ന ആരാ? സലീമേട്ടനും. അപ്പോൾ നമ്മുടെ ഒരു കുഴപ്പം കൊണ്ട് ഒരിക്കലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തെ ഒരു അഭിനയ ജീവിതത്തിനിടയ്ക്ക് ഞാൻ പേടിച്ച് വിറച്ച് ചെയ്ത കഥാപാത്രം കട്ടപ്പനയിലെ ഋത്തിക് റോഷന. ഒന്നാമത് ഓപ്പോസിറ്റ് സലീമേട്ടൻ, രണ്ടാമത് ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം. അപ്പൊ ഈ ഊമ ചെയ്ത് അവസാനം അങ്ങനെയുള്ളവർക്കും കൂടി ഞാൻ നാണക്കേടായിട്ട് മാറുമോന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പൊ എന്നോട് പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു പല സൈസ് ഊമയും കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു കൂതറ ഊമ ആദ്യമായിട്ട് കാണുന്നതെന്ന്. കാരണം അങ്ങനെയാണല്ലോ മൊത്തം പ്രകടനം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുരുത്വത്തിന്റെ ഒരു സംഭവം അതിനകത്തുണ്ട്. നമ്മൾ ഇതുവരെ അത് വിറ്റ് തിന്നാത്തതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഉന്തിത്തള്ളി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞില്ല അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ ചെയ്തോളൂ എന്നൊരു സംവിധായകൻ പറയുന്നെങ്കിൽ അത് ചേച്ചിയിലെ അഭിനയത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയല്ലേ ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ കാരണം അവിടെ ചെന്നപ്പം ഞാനിങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. ഇപ്പൊ ഒരു റോള് കിട്ടിയെന്ന് പറഞ്ഞ് കൂടും കുടുക്കി എടുത്തൊരു ഒറ്റ പോക്കാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാനത് എൻ്റെ മനസ്സിനിണങ്ങിയ കഥാപാത്രങ്ങൾ അല്ലെ മനസ്സിന് സംതൃപ്തി ഇല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല, അല്ലെ ക്യാരക്ടറിന്റെ കഥ കേട്ട് അതിന്റെ ഡെപ്ത് നോക്കിയേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നാദിർ ഷാ, ബിബിൻ അല്ലെ വിഷ്ണു അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ
എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, ബിബിനെയും വിഷ്ണുവിനെയും. അപ്പൊ ആ ഒരു കൂട്ടുകെട്ടിൽ ഒരു പടം വരുന്നു, ഞാനങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് ചെല്ലുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനൊരു കൂടുതൽ പിന്നെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല, ഹാർഡ് വർക്കോ ഹോം വർക്കോ ഒന്നും ചെയ്തിട്ടില്ല.